റംഷ സി പി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റംഷ, അപ്പോൾ ഇന്നലെ ടൊവിനോ തോമസും കുഞ്ചാക്കോ ബോബനും രേവതിയും വിസ്മയ മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങളിൽ ഒന്നടങ്കം വലിയ പിന്തുണ കൊടുക്കുകയാണ് CJPയുടെ സമരത്തിന്. അതോടൊപ്പം കൂടുതൽ ആളുകൾ ഇപ്പോൾ പിന്തുണയുമായി രംഗത്ത് വരുന്നു. ഇന്ന് വൈകുന്നേരം പല പരിപാടികളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരം ഈ CJPക്ക് അനുകൂലമായിട്ടുള്ള, അവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ? റംഷ. കൊച്ചിയിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സാംസ്കാരിക പ്രവർത്തകരും അതോടൊപ്പം കലാകാരന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഐക്യദാർഢ്യ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് 5 മണിക്കാണ് റാപ്പർ വേടനും ഗബ്രിയും ഉൾപ്പെടെയുള്ള നിരവധി റാപ്പർമാർ പങ്കെടുത്തുകൊണ്ട് പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിലെ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം മഹാരാജാസ് കോളേജിൽ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വേദിക്ക് സമീപമാണ്. ഇവിടെ ആഷിഖ് അബു, അതുപോലെ NS മാധവൻ, KR മീര ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വിദ്യാർത്ഥികൾ, മഹാരാജാസ് ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ പരിപാടി ആരംഭിക്കും. നമുക്കിപ്പം ചില വിദ്യാർത്ഥികൾ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഈ പരിപാടി, അപ്പോൾ എങ്ങനെയാണ് ഈ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ നോക്കിക്കാണുന്നത്, നാളെ ഇപ്പം ഞങ്ങൾ കേരളത്തിൽ താരതമ്യേന ഇത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ കൂടെ നാളെ ഞങ്ങളെ ഇത് ബാധിക്കരുത്. അതായത് മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു ഭീഷണിയിലാണ്. ഇപ്പോൾ ജന്തർ മന്ദറിൽ അക്രമത്തിനിരയായിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ മുഴുവൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും അടിയാണ് യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ സംഭവിച്ചിട്ടുള്ള ഇന്നലത്തെ പ്രശ്നവും പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. അപ്പം അതിനെ മഹാരാജാസ് പോലെയുള്ള ഒരു ക്യാമ്പസിൽ നിന്ന് നോക്കിക്കാണുന്ന ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഐക്യപ്പെടൽ, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനേകം മനുഷ്യർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ വിദ്യാർത്ഥിത്വത്തിൻ്റെ മാനവീയതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തന്നെയാണ്? അതന്നെ, ഇന്ത്യയിലുള്ള ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള എല്ലാ വിദ്യാർത്ഥികളും എല്ലാ മനുഷ്യർക്ക് വേണ്ടി തന്നെ സമൂഹത്തിലോട്ട് ഇറങ്ങണമെന്ന് തന്നെയാണ് മഹാരാജാസിൻ്റെ നിലപാട് തന്നെയാണ്, ഉറച്ച നിലപാട് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. മഹാരാജാസ് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ സമരത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് വരികയാണ്. അത്തരത്തിൽ ഈ സമരം കൂടുതൽ ശക്തമാകണം, ഐക്യപ്പെട്ടു പോകേണ്ടതാണ് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ എന്ന് തന്നെയല്ലേ അഭിപ്രായം? അതെ, ഇത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷ എന്താണെന്ന് പറയുക, എത്രത്തോളം വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ടിട്ടാണ് നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകൾ എഴുതുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അത്രത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലച്ചുകൊണ്ടുള്ള ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെല്ലാം നമ്മൾ കഴിഞ്ഞതും കണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലെയടക്കം നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിച്ചുകൊണ്ട് അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് നിലപാട്. പക്ഷേ അതിനെല്ലാം പോലീസ് ഭയങ്കരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള പ്രതികരണമാണ് അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യം നൽകാതെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതിനോട് തന്നെ ഐക്യപ്പെട്ടുകൊണ്ട് മഹാരാസിലെ രാഷ്ട്രീയം അത് തന്നെയാണ്. വിദ്യാർത്ഥികളോടൊപ്പം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടൊപ്പം ചേരുക എന്നുള്ളതാണ് മഹാരാസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. മുഴുവൻ മനുഷ്യരോടൊപ്പം നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ ഇനിയും ഐക്യപ്പെടുമെന്ന് തന്നെയാണ് പറഞ്ഞു പോകാനുള്ളത്. ഇവിടെ എങ്ങനെയാണ്, മഹാരാസിലെ വിദ്യാർത്ഥികൾ മാത്രമാണോ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മറ്റാളുകളെല്ലാം ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ടോ? പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിനകത്ത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ അലൂമിനിയുടെ ഭാഗമായിട്ടുള്ള ആളുകളും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിനകത്തെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇനി വരാൻ കഴിയുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളുടെ സോളിഡാരിറ്റി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ എത്തിച്ചേരുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട്. അതാണ് ഷിയാസ്, നമുക്കിവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവിടെ വേദി സജ്ജമായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും. അപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഈ CJP നടത്തുന്ന ഒരു സമരം, അത് അവർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തെ ലോകത്തെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ആ കുട്ടികൾ ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഐക്യദാർഢ്യം തന്നെയാണ് അവരുടെ വാക്കുകളിലൂടെയും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴും ആ വിദ്യാർത്ഥികളെ തെരുവിലിട്ട് തലക്കടിച്ചപ്പോഴും നൊന്തത് ഈ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികൾക്കുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോടൊപ്പം ചേർന്ന് നിന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സംഘടിക്കുന്നത്, അവർ പ്രതിഷേധം അറിയിക്കുന്നത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്.